ഞാൻ ഇന്ന് വരുമ്പോ നമ്മുടെ സ്നേഹിതന്മാർ യൂട്യൂബിൽ നിന്ന് ചില മൗലവിമാരുടെ, കേരളത്തിലെ അറിയപ്പെട്ട മുജാഹിദ് മൗലവിമാർ, കേരളത്തിലെ സോഷ്യൽ രംഗത്തെ അവരുടെ അനുയായികൾക്കിടയിൽ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദ് മൗലവിമാർ, പേരൊന്നും ഞാൻ ഇവിടെ പറയണില്ല, ഒരുപക്ഷെ ഇവിടെ മണ്ണാർമലയിലൊക്കെ വന്ന് പ്രസംഗിച്ച ആളുകളായിരിക്കും. അവര് പറയുന്ന ഒരു പുതിയ വാദം, ഈ സദസ്സ് എന്നല്ല, നമ്മുടെ 1400 കൊല്ലത്തെ ഇസ്ലാമിക സമൂഹം, 1400 കൊല്ലത്തെ ഇസ്ലാമിക സമൂഹം എന്ന് പറയുമ്പോൾ അതിന് സഹാബികളുണ്ട്, താബീങ്ങളുണ്ട്, അയിമ്മത്തുണ്ട്, മഹാന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, മശായിഖന്മാരുണ്ട്, മുഖറബീങ്ങളുണ്ട്, വലിയ മഹാത്മാക്കളുണ്ട്. ഇവർക്കാർക്കും പരിചയമില്ലാത്തൊരു പുതിയ വാദം. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ നല്ല മട്ടത്തിനാണല്ലോ ഈ പ്രസംഗം ഇങ്ങനെ കേട്ടാ തോന്നും, പ്രസംഗത്തിന്റെ ആ ഒരു പൊലിവ് ഇങ്ങനെ കേൾക്കുമ്പോ തോന്നും ഇത് സംഗതി ഉഷാറാണല്ലോ. പക്ഷെ എന്താണ് ആ വിവിധങ്ങളായ യൂട്യൂബിലുള്ള അവരുടെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ എന്താ പറയുന്നത് അറിയോ? ഒരാൾ ഇപ്പൊ നിസ്കാരം ഒഴിവാക്കി വിചാരിക്ക, ഇപ്പൊ പ്രായപൂർത്തിയായ ഒരു കുട്ടി സ്കൂളിൽ പോവുകയാണ്, നൂറ് നിസ്കരിച്ചില്ല, ഉറങ്ങിയതൊന്നല്ല, മറന്നതൊന്നല്ല, നമുക്കറിയാം നൂറിന് സമയമായിട്ടുണ്ട്, പക്ഷെ അസർ വരെ നൂറ് നിസ്കരിച്ചില്ല. എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. നിസ്കാരം ബോധപൂർവം ഖളാ ആക്കാൻ പാടില്ല, ഹറാമാണ്. എല്ലാവർക്കും അറിയാം, അതിന് ന്യായത്വ ഹദീസ് ഓതേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ ഇവര് മൗലവിമാരെന്താ പറയുന്ന അറിയോ? അങ്ങനെ ഒരാൾ ഖളാ ആക്കിയാൽ, അങ്ങനെ സമയം കഴിഞ്ഞാൽ ലോകത്തെ സർവ മുസ്ലിമീങ്ങളും പറഞ്ഞു, സർവ ഇമാമിങ്ങളും പറഞ്ഞു, അതിൽ ഷാഫി ഇമാം ഉൾപ്പെട്ടു, അബൂ ഹനീഫ ഇമാം ഉൾപ്പെട്ടു, മാലിക് ഇമാം ഉൾപ്പെട്ടു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള എല്ലാ ഇമാമികളും ഉൾപ്പെട്ടു. എല്ലാവരും പറഞ്ഞു ഖളാ വീട്ടണം. അറിയാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഏതെങ്കിലും മദ്രസ സ്റ്റുഡന്റ് അറിയാത്തവരുണ്ടോ? നമ്മളെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം മക്കൾക്ക് പോലും അറിയാം, 10 വയസ്സായ കുട്ടികൾക്ക് പോലും അറിയാം, ബോധപൂർവം ഖളാ ആയാൽ ഖളാ വീട്ടണം. അതാണ് അതിന്റെ തൗബ. അപ്പോഴേ തൗബ പൂർത്തിയാവുള്ളൂ. വലിഹാദിഹിൽ അർബഇ ഫർഅ വകമ്മില. ഹക്കടപാട് വീട്ടാതെ, അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടാതെ തൗബ ഉണ്ടാവില്ലല്ലോ. തൗബ സാക്ഷാത്കരിക്കപ്പെടുകയില്ലല്ലോ, തൗബ സഹീഹാകുകയില്ലല്ലോ. എന്നാ ഈ മൗലവിമാര് പറയണത് അറിയോ? ആ ഖളാ വീട്ടണ്ടാണ്. ഇതാരെ വാദം അറിയോ? ഈ വാദം കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ് എന്ന് പറഞ്ഞ മുഅ്തസിലിയാക്കളിൽപ്പെട്ട നവ്വാബ് എന്ന പിഴച്ച വ്യക്തിയുടെ വാദമാണ്. എന്താണ് അയാളുടെ വാദം? വമിൻഹാ, ഈ നവ്വാബ് എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ വാദം, അന്നഹു സഅമ, അയാൾ വാദിക്കുകയാണ്, അന്നമൻ തറക സലാത്തൻ മഫ്റൂദതൻ അംദൻ ലം യസിഹ ഖളാഉഹു ലഹാ വലം യജിബ് അലൈഹി ഖളാഉഹാ. ഒരാൾ മനഃപൂർവ്വം ദുഹ്ർ നിസ്കാരം ഖളാ ആക്കി, അല്ലെങ്കിൽ അസ്ർ നിസ്കാരം ഖളാ ആക്കി, അല്ലെങ്കിൽ മഗ്രിബിയോ ഇശയോ സുബ്ഹിയോ 5 വക്തിലെ ഏതെങ്കിലും ഒരു നിസ്കാരമോ അല്ലെങ്കിൽ മുഴുവൻ നിസ്കാരങ്ങളോ ബോധപൂർവം ഒരാൾ നിസ്കരിക്കാതെ ഖളാ സമയം കഴിഞ്ഞാൽ ഖളാ ആയിപ്പോയാൽ അത് ഖളാ വീട്ടാൻ പാടില്ല. അത് നിർബന്ധവുമില്ല, അത് സഹീഹുമല്ല, പാടുള്ളതും അല്ല. ഇന്നിതാ ഈ പഴച്ച നോക്കൂ, നിങ്ങൾ ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിർ ബഗ്ദാദി പറയുകയാണ്, വഹാദാ ഇൻദ സായിരിൽ ഉമ്മ കുഫ്റുൻ കകുഫ്രി മൻ സഅമ അന്ന സ്വലവാത്തിൽ ഖംസ ഗൈറു മഫ്റൂദാ وخلاف النظام للأمة في وجوب قضاء المتروكة من فرائض الصلاة بمنزلة خلاف الزنادقة في وجوب الصلاة ولا اعتبار بالخلافين. എന്താ പറയുന്നത്? ഇത് ഈ ഉമ്മത്തിന്റെ ഒന്നടങ്കമുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമായ പിഴച്ചവാദമാണ്. ആ പ്രാചീനമായ വാദത്തെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുവാൻ വേണ്ടി പ്രചണ്ഡമായ യൂട്യൂബ് പ്രചാരണങ്ങൾ
ഓഫ്ലൈൻ പ്രചാരണങ്ങൾ, ഓൺലൈൻ പ്രചാരണങ്ങള് കേരളത്തിലുള്ള കേരള നേതൃത്വ മുജാഹിദിന്റെയും ജിന്ദ് വിഭാഗം മുജാഹിദിന്റെയും മറ്റു വിഭാഗം മുജാഹിദിന്റെയും വിഭാഗമില്ലാത്ത മുജാഹിദിന്റെയും സർവ്വ മൗലവിമാരും ഇന്ന് പ്രചണ്ഡമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഇത് മനസ്സിലാക്കണം. നിസ്കാരം ഖളാഅക്കൽ, ജനങ്ങളെ അമലിൽ ബാത്തിലാക്കുക, ജനങ്ങളെ അമലിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നന്നാകാൻ അയക്കാതിരിക്കുക. നിസ്കാരം ഖളാആയ ഖളാ വീട്ടിലേക്ക് നരകത്ത് പോലെ അള്ളാഹു ശിക്ഷിക്കൂലേ? ശിക്ഷിച്ചോട്ടെ. ആൾക്കാരെ ശിക്ഷിക്കുക, ആൾക്കാരെ ശിക്ഷയിലേക്ക്, ആളുകളെ നരകത്തിലേക്ക് പതിപ്പിക്കും. അള്ളാഹു അല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത്? ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധാനം ചെയ്യുന്നത് യഥാർത്ഥമായ നബിയുടെയും സഹാബത്തിന്റെയും വഴിയാണ്. ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധാനം ചെയ്യുന്നതോടെ, പ്രചാരണം ചെയ്യുന്നതോടെ, പ്രചരിപ്പിക്കുന്നതോടെ, പ്രവർത്തിക്കുന്നത് നബിയുടെയും സഹാബത്തിന്റെയും പൂർവികരുടെയും വഴിയാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടിയാണ്, നമ്മൾ ഖബറിൽ മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസ്ഥ ലഭിക്കുവാൻ വേണ്ടിയാണ്, പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. പരലോക രക്ഷയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈമാന് സലാമത്തായി കിട്ടണം. നമ്മുടെ ഉസ്താദുമാരൊക്കെ ദുആകളിൽ ഉണ്ടാവാറില്ല, അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ, ഈമാൻ കാമിലാക്കി തരണേന്ന്. നമ്മൾ ഉസ്താദുമാരൊക്കെ നിരന്തരമായി ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറയാറില്ലേ? ഈമാൻ ശരിയാവണമെന്നുണ്ടെങ്കിൽ, ഈമാൻ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താ അല്ലാഹുവിനെ പറ്റി നമ്മൾക്ക്? അല്ലാഹു ഏകന, അല്ലാഹു അനാദിയാണ്, അല്ലാഹു മാത്രമാണ് അനാദി, ബാക്കിയുള്ളതെല്ലാം പടപ്പുകളാണ്. ഇത് തെളിവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞതിന് ഖുർആനോ ഹദീസോ ഓതേണ്ട ആവശ്യമുണ്ടോ? അതിന് എവിടെ ആയത്തേന്, എവിടെ ഹദീസ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അനിഷേധ്യമായി നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ അനിവാര്യമായി എല്ലാവരും വിശ്വസിച്ചു പുലർത്തിപ്പോരുന്ന വിഷയങ്ങൾ. അല്ലാഹു അനാദിയാണ്. ആ അനാദിയായ ഒരു സാഹചര്യത്തില് ഇവിടെ ഒന്നുമില്ല. അല്ലാഹു അനാദിയായ സമയത്ത് ഒന്നും തന്നെ ഇല്ല എന്നല്ലാതെ. പിന്നീട് അല്ലാഹു പടച്ചതാണ്. അതിൽപ്പെട്ടതാണ് അർശ്, അതിൽപ്പെട്ടതാണ് കുർസിയ്, അതിൽപ്പെട്ടതാണ് ആകാശഭൂമികൾ, അതിൽപ്പെട്ടതാണ് മനുഷ്യജീവികൾ, മറ്റു ജീവജാലങ്ങൾ, സസ്യലതാദികള് എല്ലാം പിന്നീടുണ്ടായതാണ്. എന്നാ മുജാഹിദിന്റെ വിശ്വാസം എന്താ? ഇവിടെ പറഞ്ഞല്ലോ ഇവരുടെ വിശ്വാസം എന്താണ്? ഇത് പറയുന്നത് അവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. ഇന്നത്തെ നമ്മുടെ ഈ പ്രസംഗം നേരിട്ടോ മറ്റു മാർഗങ്ങളിലൂടെയോ ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ അനുഭാവി കേട്ടുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് സന്മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണല്ലോ എന്നൊരൊറ്റ ചിന്തയിൽ മാത്രമാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതേതാ പുസ്തകം? ചോദ്യങ്ങൾ മറുപടികൾ. ഈ പുസ്തകം ചോദ്യങ്ങൾ മറുപടികൾ ധാരാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി. ഇത് പ്രസിദ്ധീകരിക്കുന്നത് KNM പബ്ലിഷിംഗ് ആണ്. പ്രസിദ്ധീകരിക്കുന്ന വർഷം 1992. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ വിഘടിച്ചു നിൽക്കുന്ന സകല ഗ്രൂപ്പ് മുജാഹിദുകൾക്കും ഇത് ബാധകമാണ്. എല്ലാവരും സർവാത്മന അംഗീകരിക്കുന്ന പുസ്തകമാണ്. ഞങ്ങളുടെ പുസ്തകം അല്ല എന്ന് പറയാൻ കഴിയൂല. ഈ ഭാഗത്ത് പ്രസംഗിച്ച ഒരു മൗലവിമാർക്കും പറയാൻ കഴിയില്ല ഞങ്ങളുടെ പുസ്തകം അല്ല എന്ന് പറയാൻ കഴിയില്ല. ഇത് അവരെല്ലാവരും കൂടി സംയുക്തമായി അംഗീകരിക്കുന്ന, പ്രചരിപ്പിച്ച, പ്രസിദ്ധീകരിച്ച നമ്പർ 1 പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഇതിന്റെ 77-ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ. ഇതിന്റെ 77-ാമത്തെ പേജില് പറയുന്ന കാര്യം എന്താണ്? അർശിനെ പറ്റിയാണ് പറയുന്നത്. ഇതൊന്ന് വായിച്ചു. നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കിടുകിട് വിറക്കും. കാരണം ഇസ്ലാമിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ, അല്ലാഹുവിന്റെ യാഥാർത്ഥ്യത്തിനോട് വിരുദ്ധമായ വാദങ്ങൾ, അതാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വിശുദ്ധ ഇവർ പറയാണ്, ഇതിലെഴുതുകയാണ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ സിംഹാസനത്തെ, അർശ്, ആ സിംഹാസനത്തെ പറ്റി 20 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 6 സ്ഥലങ്ങളിൽ അതിന്മേൽ അവൻ സ്ഥിതി ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രസ്താവനയുണ്ട്.
അപ്പൊ അർശിനെ പറ്റിയാണ് അവർ പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയാം, അല്ലാഹു അവന്റെ സൃഷ്ടികളെ പോലെയൊന്നുമല്ല എങ്കിൽ അവന്റെ കൈ സൃഷ്ടികളുടേതുപോലെയായിരിക്കുകയില്ലല്ലോ. അപ്പൊ അല്ലാഹുക്ക് കൈയുണ്ട് എന്നാ പറയുന്നത്. അവന്റെ കണ്ണ് സൃഷ്ടികളുടെ കണ്ണ് പോലെയായിരിക്കുമില്ല. അങ്ങനെ വരുമ്പോൾ അവന്റെ സിംഹാസനം അർശ്, അതിലെ അവന്റെ ആരോഹണവും ഒന്നും സൃഷ്ടികളുടേതുപോലെയോ തുല്യമോ ആയിരിക്കുകയില്ല. അപ്പൊ അള്ളാന്റെ കണ്ണ്, അള്ളാഹ്ക്ക് കണ്ണുണ്ട് അത്ര ഇവര് പറയാ. അള്ളാന്റെ കണ്ണ് പടപ്പുകളെ കണ്ണ് പോലെയല്ല, അള്ളാന്റെ കയ്യ് സൃഷ്ടികളെ കയ്യ് പോലെയല്ല, അള്ളാന്റെ അർശ് സൃഷ്ടികളെ പോലെയല്ല. അപ്പൊ അർശ് എവിടെയാണ്? അർശ് സൃഷ്ടികളെ പോലെയല്ല എന്നാ പറയുന്നത്. അപ്പൊ അർശ് എന്താണ്? അർശ് അനാദിയ, അർശ് ഖദീമാൻ. അർശ് അല്ലാഹുവിന്റെ കയ്യ് എന്ന് പറയുന്ന മാതിരി സാധനാണ് അള്ളാന്റെ അർശ്. ഇതാണോ നമ്മൾ പഠിച്ചത്? ഇതാണോ ഖുർആൻ പഠിപ്പിച്ചത്? ഇതാണോ ഹബീബ് പഠിപ്പിച്ചത്? ഇതാണോ സ്വഹാബിമാർ പഠിപ്പിച്ചത്? നോക്കൂ നിങ്ങൾ, കാന ഫീ അമാഇൻ മാ ഫൗഖഹു ഹവാഉൻ വമാ തഹ്തഹു ഹവാ സുമ്മ ഖലഖൽ അർശ. അർശൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അർശ് ഖൽഖാണ്, സൃഷ്ടിയാണ്. എന്താ അതിന് പറയുന്നത്? അർശ് സൃഷ്ടികളെ പോലെയല്ല. അള്ളാന്റെ കണ്ണ്, കാല് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? പിന്നെന്തിനാണ് കയ്യില്ലാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത വികൃത രൂപം അല്ലാഹുവിന് കൽപ്പിച്ചു നൽകാൻ മെനക്കെടുന്നത്? നമ്മളോട് ചോദിക്കാം, എന്തിനാണ് സുന്നികളെ നിങ്ങൾ അല്ലാഹ്ക്ക് കയ്യില്ല എന്ന് പറയുന്നത്, കാതില്ല എന്ന് പറയുന്നത്, കണ്ണില്ല എന്ന് പറയുന്നത്? കയ്യും കാതും കണ്ണും ഒരാൾക്കാണ് ചൂന്നെടുത്താൽ വികൃതാവുമല്ലോ. അപ്പൊ ഇവരെ പറയും, അപ്പൊ ഇവരെന്താ അള്ളാഹിനെ മനസ്സിലാക്കുന്നത്? അല്ലാഹ് ഒരു മനുഷ്യരൂപം പോലെയാണ് എന്നാണ്. എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? കയ്യില്ലാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത വികൃത രൂപം അല്ലാഹുവിന് കൽപ്പിച്ചു നൽകാൻ എന്തിനു മെനക്കെടണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അർശിനെ പറ്റി എന്താണ് ഇവർ വിശ്വസിക്കുന്നത്? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനിപ്പിക്കട്ടെ. ഇവരുടെ എല്ലാ വാദമുഖങ്ങളെയും മഹാനായ സ്വഹാബി വര്യൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഒരൊറ്റ ജുംല കൊണ്ട്, ഒരൊറ്റ സെന്റൻസ് കൊണ്ട് ഖണ്ഡിച്ചിരിക്കുന്നു. ഏതാണ് ആ സെന്റൻസ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, റൗളയിൽ അവിടത്തെ ദഫൻ ചെയ്യപ്പെട്ടു. 4 ഖലീഫമാരും മദീനയുടെയും അതുപോലെ കൂഫയുടെയും ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇസ്ലാമിന്റെ ഭരണം നിർവഹിച്ചു. ശേഷം മദീനയുടെ ഗവർണറായിട്ട് കടന്നു വന്നതാണ് മർവാൻ ഇബ്നുൽ ഹക്കം. ആ മർവാൻ ഇബ്നുൽ ഹക്കം മദീനയുടെ ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജ്റത്തു ശരീഫയുടെ റൗള ശരീഫിന്റെ സമീപത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് നിസ്കരിക്കുന്നു, അവിടുന്ന് ദുആ ചെയ്യുന്നു. യുസല്ലി ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ ഖബറിൽ ശരീഫിന്റെ അരികിൽ നിസ്കരിക്കുന്നു. വയദഉ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ ദുആർക്കുന്നു. എന്തേ അവിടുന്ന് ദുആർന്നത്? മദീനത്തെ പള്ളി വിശാലല്ലേ? മദീനത്തെ പള്ളിക്ക് ഒരുപാട് തൂണുകളില്ലേ, ഒരുപാട് ചുമരുകളില്ലേ, ഒരുപാട് സൊഫുകളില്ലേ? എന്തിനാ ഇവിടെ പോയിട്ട് നിസ്കരിച്ചത്, അവിടെ പോയിട്ട് ദുആ ചെയ്തത്? പിറകിൽ നിന്നൊരു വിളി. എന്താണ് വിളിക്കുന്നത്? ഫഖറജ മർവാൻ ഇബ്നുൽ ഹക്കം ഫഖാൽ, ഉസാമ റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് നിസ്കരിച്ചിട്ടില്ല. ഉസാമ റളിയല്ലാഹു അൻഹു ഖബറാളിക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല. ഉസാമ റളിയല്ലാഹു അൻഹു റൗദ ശരീഫിലുള്ള ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബാദത്തിന്റെ ദുആ നടത്തിയിട്ടില്ല. യദ്ഉ ഇൻദഹു യുസല്ലി ഇൻദഹു. എന്താന്ന് പറഞ്ഞാൽ അരികിൽ. അതൊന്നുകൊണ്ട് ട്വിസ്റ്റ് ചെയ്തു. മമ്പറ മഖാമിൽ പോയിട്ട് ദുആർക്കുന്ന വിശ്വാസിയെ ഇടിയങ്ങരയിൽ പോയി, ഏർവാടിയിൽ പോയി,
റൗള ഷരീഫിൽ പോയി റബ്ബിനോട് ദുആ ചെയ്യുന്ന വിശ്വാസിയുടെ അരികിൽ എന്നുള്ളതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ദുആർക്കുക, അതിലേക്ക് ഇബാദത്ത് ചെയ്യുക, അതിനെ പൂജിക്കുക എന്ന് ട്വിസ്റ്റ് ചെയ്ത പ്രയോഗം ആദ്യമായിട്ട് ഈ ഉമ്മത്തിൽ ആരാ നടത്തിയതെന്നറിയോ? മർവാൻ ബിൻ ഹക്കമാണ്. പിന്നെയാണ് മുജാഹിദുകള്, പിന്നെയാണ് വഹാബികള്, പിന്നെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, പിന്നെയാണ് ഇബ്നു തൈമിയ, പിന്നെയാണ് ഇബ്നുൽ ഖയ്യിം, പിന്നെയാണ് കെ.എം. മൗലവി, വക്കം മൗലവി, സകല മൗലവിമാരും. ആദ്യം തുടക്കം കുറിച്ചത് മർവാനാണ്. തുസല്ലി ഇലാ ഖബരിഹി നാക്കി മാറ്റി, ഖബറിലേക്കാണോ നിസ്കരിക്കുന്നത്? ദുഷ്ടനായ മർവാൻ ആ സമയത്ത് ഒരൊറ്റ സെന്റൻസിൽ മറുപടി പറയുകയാണ്. അവിടെ ആയത്തോതേണ്ട ആവശ്യമില്ല, ഹദീസിന്റെ ആവശ്യമില്ല. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഉഹിബ്ബുഹു, ആ കടക്കുന്ന റസൂലിനെ ഞാൻ അങ്ങേ അറ്റം സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിസ്കരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യുന്നത്. അതെന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്, എന്റെ തബറുക്കിന്റെ ഭാഗമാണ്, എന്റെ ബന്ധത്തിന്റെ ഭാഗമാണ്, അല്ലാതെ റസൂലുള്ളാഹിക്കുള്ള ഇബാദത്തല്ല. അതിൽ മർവാൻ ഇങ്ങോട്ട് കോപം മറുപടി മുട്ടിയപ്പോഴേ മർവാൻ എന്തൊക്കെയോ അങ്ങോട്ട് ചീത്ത പറഞ്ഞു. ആ സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അങ്ങേ അറ്റത്തെ വിമർശനത്തോടു കൂടി പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുബ്ഗിസുൽ ഫാഹിഷൽ മുതഫഹിഷ്, ഈ ജാതി മ്ലേച്ഛം പറയുന്ന തെമ്മാടിത്തരം പറയുന്ന ആളുകളോട് അല്ലാഹുവിന് വെറുപ്പാണ്. ഇന്നക ഫാഹിഷുൻ മുതഫഹിഷ്, നീ ഭരണാധികാരിയുടെ മുഖത്ത് പോയിട്ടാ പറഞ്ഞത്, അക്രമകാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് പോയിട്ട്. സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇടുക എന്നുള്ളതല്ല, മുഖത്ത് പോയിട്ട് പറയണം. അതാണ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ എന്ന് പറഞ്ഞത്. ഇന്നക ഫാഹിഷുൻ മുതഫഹിഷ്, നീ മോശം ആളാ, മോശത്തെ നിർമ്മിക്കുന്നവനാ. ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതെന്നെ ഞങ്ങൾക്കും പറയണം. മഹാന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികൾ സ്നേഹിക്കുന്നു, മുസ്ലിമീങ്ങൾ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് അവരുടെ സവിധത്തിൽ മുസ്ലിമീങ്ങൾ ചെല്ലുന്നത്. ഇത് സ്വഹാബത്തിന്റെ രീതിയാ, ഇത് സ്വഹാബത്ത് നബി തങ്ങളിൽ നിന്ന് പകർത്തിയെടുത്ത മാതൃകയാ. അതിനെക്കുറിച്ച് നിങ്ങളത് ഇബാദത്താണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള മറുപടി, ഇന്നക്കും ഫാഹിഷൂന മുതഫഹിഷൂൻ, നിങ്ങൾ വളരെ വൃത്തികെട്ട ദീനിലില്ലാത്ത കാര്യമാണ് ആ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉസ്താദുമാർ, പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ ഇവിടെ അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.